അനിൽ അക്കര ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാവും ഈ കേസിലെ പരാതിക്കാരനുമായ അനിൽ അക്കര ചേരുന്നുണ്ട്. ശ്രീ അനിൽ അക്കര, വളരെ ഈ കേസിന്റെ തുടക്കം തൊട്ട് തന്നെ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്, ഇതുമായി പരാതിയുമായി ഉറച്ചു നിന്ന ആളാണ്. ആദ്യഘട്ടത്തിൽ LDFന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? അല്ല, ഇതിനകത്ത് നമുക്കറിയാവുന്നതുപോലെ ശിവശങ്കരന്റെ അറസ്റ്റ് നടന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 2 വർഷത്തിന് ശേഷമാണ് ശിവശങ്കരൻ അറസ്റ്റ് ചെയ്യുന്നത്. ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 3 കേസുകളാണ്. ഒന്ന് സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, 2 EDയുടെ അന്വേഷണം, 3 CBI അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യം അന്വേഷിച്ച് കേസ് രജിസ്റ്റർ ED ആണ്. ആ ED 2 വർഷം കഴിഞ്ഞാണ് ഈ കേസിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ കേസിന്റെ അവസ്ഥ അനുസരിച്ച് പോവുകയാണെങ്കിൽ CBI ആണ് ആദ്യം ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. CBI ആണ്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ നിൽക്കുന്നതുകൊണ്ട് CBIക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം നിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ശിവശങ്കരന്റെ അറസ്റ്റ് ഒരു തുടക്കമായി നമ്മൾ കാണുകയാണ്. ഇതിനകത്ത് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായി കേസ് നിരീക്ഷിച്ച് അതിന്റെ നടപടികൾ എങ്ങനെയുണ്ടെന്ന് വായിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. അനിൽ അക്കര, ഇത് കേവലം ശിവശങ്കറിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇത്? അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ഈ കേസിന്റെ തുടക്കം മുതൽ വടക്കാഞ്ചേരിയിൽ എങ്ങനെ ഈ പദ്ധതി വന്നു എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി വാച്ച് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. റീബിൽഡ് കേരളയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി വരുന്നത്. പക്ഷേ ഈ പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷന്റെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പാർപ്പിട സമുച്ചയ പദ്ധതി ഉണ്ടായിരുന്നു. അതിനെ മാറ്റിക്കൊണ്ടാണ് ഈ കേസ് വരുന്നത്. അപ്പോൾ ഇത് ലൈഫ് മിഷനാണ് ഏറ്റെടുക്കുന്നത്. ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ തദ്ദേശ വകുപ്പ് മന്ത്രിയുമാണ്. അപ്പൊ അവരുടെ തീരുമാനം അനുസരിച്ചല്ലാതെ ഈ പദ്ധതി യൂണിറ്റ് ആക്കിനോ റെക്കസനോ ഏൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനവും ഇതിന്റെ ആസൂത്രണവും ഒക്കെ നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ദേശ വകുപ്പ് മന്ത്രിയും ഒക്കെ ചേർന്നുകൊണ്ടാണ്. അതിലകത്ത് യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രിയും അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വമാണ്. ശിവശങ്കരൻ ഇതിനകത്തൊരു ടൂൾ മാത്രമാണ്. ഈ ടൂളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ കേസ് തീരുന്നതല്ല. CBI കൃത്യമായും ഈ കേസ് അന്വേഷിക്കണം. അന്വേഷിച്ച് ഇപ്പോ മണി ലോണ്ടറിംഗ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ് നിൽക്കുന്നതെങ്കിൽ മറ്റത് അഴിമതി നിരോധന നിയമം അനുസരിച്ചും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ട് അനുസരിച്ചുമുള്ള കേസുകളിലേക്ക് പോകണം. രണ്ടാമത്, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഡോളർ കടത്തിയ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിനെ അറസ്റ്റ് ചെയ്യണം. അത് EDക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കേസ് ഒരു ചെറിയൊരു കേസ് മാത്രമാണ്. വലിയ കേസ് എന്ന് പറയുന്നത് CBIയുടെ കയ്യിലുള്ള കേസാണ്. അനിൽ, ഈ വിഷയത്തിൽ ഉൾപ്പെടെ നേരത്തെ ശിവശങ്കറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടങ്ങളിലൊന്നും ശിവശങ്കറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ LDFന്റെ നേതാക്കൾ, സർക്കാർ ഒന്നും തയ്യാറായിരുന്നില്ല. അവസാന ഘട്ടത്തിൽ കേസുകൾ മുറുകിയപ്പോഴാണ് അദ്ദേഹത്തിന് തന്റെ സ്ഥാനത്ത് നിന്നും പുറത്തു പോകേണ്ടി വന്നത് ശിവശങ്കറിന്. ഈ വിഷയത്തിൽ ഇപ്പോൾ ശിവശങ്കർ സർവീസിൽ ഇല്ലെങ്കിൽ പോലും സർക്കാരിനൊരു തിരിച്ചടി തന്നെയല്ലേ? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശിവശങ്കരൻ എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പേഴ്സണൽ സെക്രട്ടറിയും പോലെ ഇരുന്ന ഒരാളാണ്. സാധാരണ ഒരു IAS ഉദ്യോഗസ്ഥനല്ല. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI നേതാവായിരുന്ന ശിവശങ്കരൻ ഈ ഗവൺമെന്റിനകത്ത് ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിക്ക് തുണ്ടുകൾ കൊടുത്ത്, ചെറിയ ചെറിയ സ്ലിപ്പുകൾ പോലും കൊടുത്ത് മുഖ്യമന്ത്രിയെ പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലും കൊടുക്കാൻ കെൽപ്പുണ്ടായിരുന്ന ശിവശങ്കരനാണ്. മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനെയാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ടൂൾ മാത്രമാണ്. ആ ടൂൾ ബോക്സ് കൈപ്പിടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് മുഖ്യമന്ത്രി അറിയാതെ, തദ്ദേശ വകുപ്പ് മന്ത്രി അറിയാതെ ഈ സംഭവം നടക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് അഴിമതി എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമില്ല. ഈ അഴിമതിയിലെ വടക്കാഞ്ചേരി പിടിക്കപ്പെട്ടതോടുകൂടിയാണ് ഇത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്. അതിനപ്പുറത്ത് 1000 കോടി രൂപയുടെ ഫ്രീ പെയർ ടെക്നോളജി അനുസരിച്ചുകൊണ്ടുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കേരളത്തിലെമ്പാടും നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. അതിനകത്ത് ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്ക് ഇവർക്ക് GSTയിൽ ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. 1000 കോടി രൂപയുടെ പദ്ധതിക്ക് GSTയുടെ ഇളവുകൾ മാത്രം കൊടുക്കാൻ തീരുമാനിച്ചാൽ 18% സന്തോഷിന് ലാഭം ഉണ്ടാകുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയത്. GSTയുടെ ഇളവുകൾ പോലും കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും CPM ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടിയും അറിയാതെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള കേസിൽ നിന്നാൽ അത് പോകാൻ കഴിയില്ല.
അതുകൊണ്ടാണ് ഈ കേസിനകത്ത് ചില സംശയങ്ങൾ ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയുന്നത്. CBIക്ക് കേസ് മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിക്കണം. ആ ഹർജി പിൻവലിക്കാത്തടത്തോളം കാലം CBIക്ക് ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ പരിധിയിൽ നിന്ന് അപ്പുറത്ത് നിന്ന് അഴിമതി നിരോധന നിയമം അനുസരിച്ചോ ഇന്ത്യൻ പീനൽ കോഡിലെ മറ്റ് നിയമങ്ങളനുസരിച്ചോ മുന്നോട്ട് പോകണമെങ്കിൽ സുപ്രീം കോടതിയിലെ ഹർജി നീക്കണം. അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഹർജി തീർപ്പാക്കണം. അതിന് സംസ്ഥാന ഗവൺമെന്റ് ഹാജരാകുന്നില്ല, CBI ഹാജരാകാത്ത സ്ഥിതിയാണ്. എന്റെ വക്കീൽ മാത്രമാണ് ഹാജരാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഡീലാണോ അതോ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ബാർഗനിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ഗെയിമാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇതൊരു വിഷയമുള്ള കാര്യമല്ല, ഇതൊരു ഓപ്പണിംഗ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡോക്യുമെന്റും ക്രിസ്റ്റൽ ക്ലിയർ ആയ ഡോക്യുമെന്റുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. എത്ര വർഷമെടുത്താലും ഇതിലെ ഒരു പ്രതിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. വിഷയത്തിൽ ശിവശങ്കറിന് പിന്നാലെ ഇത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ഈ കേസ് എത്തി നിൽക്കും എന്ന് തന്നെയാണോ അങ്ങ് പറയുന്നത്? അതുകൊണ്ടായിരിക്കുമോ തീർച്ചയായും ഈ CBIയുടെ കേസിൽ ഉൾപ്പെടെ ഒരു തടസ്സ ഹർജിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേസിൽ EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ കേസിൽ മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് 1 കോടി രൂപ തൊണ്ടി മുതൽ കിട്ടിയ കേസാണ്. അതിനപ്പുറത്തേക്ക് ഈ കേസ് EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അന്വേഷിച്ചു പോകാൻ കഴിയും. അവർക്ക് അതിനകത്ത് നിയമങ്ങളില്ല. അതിനകത്ത് നിയമപരമായ പരീക്ഷയുള്ളത് പിന്നെ CBIക്കാണ്. കാരണം ഇതിലെ ഒരു പ്രധാന കേസ് നിൽക്കുന്നത് ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല. ഈ കേസിന്റെ അറ്റം കിടക്കുന്നത് ഈജിപ്തിലാണ്. എന്ന് വെച്ചാൽ UAE സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന UAE കോൺസുലേറ്റിലെ ഫിനാൻസ് ഓഫീസറായിരുന്ന ഈജിപ്ഷ്യൻ പൗരൻ ഗാലിദ്, ആ ഗാലിദാണ് ഡോളറുമായി പോകുന്നത്. അപ്പൊ ആ ഗാലിദ് ഇന്ന് UAE ഇല്ല, അത് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഗാലിദ് ഈജിപ്ഷ്യൻ പൗരനാണ്. ആ പൗരനെ കിട്ടുകിട്ടണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റും കേന്ദ്ര സർക്കാരും UAE സർക്കാരും തമ്മിലുള്ള എഗ്രിമെന്റിന്റെ ഭാഗമായി UAE സർക്കാർ വേണം ഈ ഗാലിദിനെ പിടിച്ചു കൊടുക്കാൻ. അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് ആത്മാർത്ഥത ഇതേവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചില സംശയങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ നിയമപരമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര സമയമെടുത്താലും എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് ഈ കേസ് തീർപ്പാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. എത്ര സമയം ഇരുന്നാലും എങ്ങനെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു വാച്ച് ഡോഗിനെ പോലെ നമ്മുടെ പിന്നിലുണ്ടാവും. വ്യക്തമാണ്. ശ്രീ അനിലക്കര, വളരെ നന്ദി ഈ വിഷയത്തിൽ കേരള വിഷനോട് പ്രതികരിച്ചതിന്. തീർച്ചയായും ഈ കേസിൽ ആദ്യാവസാനം ഇതിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പരാതിക്കാരൻ കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ വ്യക്തമാക്കുന്നത്. കേവലം ഒരു ശിവശങ്കറിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം. കൃത്യമായി മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായി തന്നെയാണ് ശിവശങ്കർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന വലിയ ആരോപണം തന്നെയാണ് ഈ ഘട്ടത്തിലും അനിൽ അക്കരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CBIയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു തടസ്സ ഹർജിയുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ തടസ്സ ഹർജി പിൻവലിച്ചാൽ മാത്രമാണ് കേസ് അതിൻ്റെ വഴിക്ക് നടക്കുക, അല്ലെങ്കിൽ കൃത്യമായി CBIക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുക. അത്തരത്തിൽ ഈ കേസ് പോയി കഴിഞ്ഞാൽ ശിവശങ്കറിന് പിന്നാലെ മുഖ്യമന്ത്രിയിലേക്ക് കൂടി അല്ലെങ്കിൽ ഉന്നതരിലേക്ക് കൂടി ഈ കേസ് എത്തും എന്ന നിലപാട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു വിമർശനവും ആരോപണവും തന്നെയാണ് അനിൽ അക്കരെ